കൂത്തുപറമ്പ് വെടിവെപ്പിൽ നിലവിലെ DGP റവാദ ചന്ദ്രശേഖരൻ തെറ്റുകാരനല്ലെന്ന് MV ജയരാജൻ. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. വെടിവെപ്പിന് മുൻപ് റവാഡ MV രാഘവനെ കണ്ടുവെന്ന പരാതി CPM ഉന്നയിച്ചിട്ടില്ല. പ്രതിഷേധ സ്വഭാവത്തെക്കുറിച്ച് റവാഡ തന്നോട് അന്ന് തിരക്കിയിരുന്നുവെന്നും ദേശാഭിമാനിയിലെ ലേഖനത്തിൽ MV ജയരാജൻ പറയുന്നു. സേഫ് സൈലാബ്ദീൻ തുടരുന്നുണ്ട്. സേഫ്, റവാഡ ചന്ദ്രശേഖരന്റെ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് എന്തായാലും CPM പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റവാഡ തെറ്റുകാരനല്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ് CPM നേതാക്കളും. MV ജയരാജനും ഇക്കൂട്ടത്തിലേക്ക് വരുന്നു അല്ലേ? അതെ, MV ജയരാജന് കുറച്ചുകൂടി ആധികാരികമായ വിഷയത്തിൽ പറയാൻ കഴിയും. MV ജയരാജനും P ജയരാജൻ അടക്കമുള്ള നേതാക്കളാണ് അന്ന് ഡിവൈഎഫ്ഐയുടെ തലപ്പത്തുണ്ടായിരുന്നത്. അവരാണ് ആ പ്രതിഷേധത്തിന് അന്ന് നേതൃത്വം നൽകിയത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ MV ജയരാജൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ റവാഡ ചന്ദ്രശേഖരനെ കൃത്യമായി ന്യായീകരിക്കുന്നത്. അതിന് കാര്യകാരണങ്ങൾ അദ്ദേഹം നിരത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്വന്തം വാചകത്തിനപ്പുറം ജുഡീഷ്യൽ കമ്മീഷൻ എന്നുണ്ടായിരുന്നു. ആ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് റവാഡ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. കൂത്തുപറമ്പിൽ ആദ്യം വെടിവെപ്പ് നടക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അവിടെ ആദ്യം നടന്ന ലാത്തി ചാർജിന്റെ ഭാഗമായിട്ടാണ്. ആ ലാത്തി ചാർജിന് നിർദ്ദേശം നൽകിയത് റവാഡ ചന്ദ്രശേഖരനല്ല. അന്ന് മന്ത്രിയുടെ എസ്കോർട്ട് വാഹനത്തിലുണ്ടായിരുന്ന ഡിവൈഎസ്പി ഹക്കീം ബത്തേരിയാണ് അതിന് തുടക്കം കുറിച്ചത്. അതാണ് വെടിവെപ്പിലേക്ക് കലാശിച്ചത്. വെടിവെപ്പിന് മുമ്പ് അതിനുശേഷം റവാഡ ചന്ദ്രശേഖർ MV രാഘവനെ കണ്ടുവന്ന പരാതി തങ്ങൾ എവിടെയും ഉന്നയിച്ചിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. വെടിവെപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് റവാഡ ചന്ദ്രശേഖരൻ തലശ്ശേരി ASP ആയി ചുമതല ഏറ്റെടുത്തത്. അദ്ദേഹത്തിന് അവിടുത്തെ രാഷ്ട്രീയ ഭൗതിക സാഹചര്യങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയില്ലായിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ജിൻസി.